യെസ്, അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട്, അതായത് എത്രത്തോളം ഗൗരവതരമാണ് ഈ പരാതി എന്ന് അറിയേണ്ടതുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അത് ഏത് രീതിയിൽ ഇനി നിയമ വഴിക്ക് പോകുമ്പോൾ ഏതൊക്കെ രീതിയിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകും, ഒരു വശത്ത് അത് കുരുക്കാകുമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അതിൽ നിന്ന് എളുപ്പത്തിൽ ഊരിപ്പോരാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. മഹേഷ് പോലൂർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. മഹേഷ്, ഈ പരാതി അതിന്റെ ഒരു ഉള്ളടക്കം ഇപ്പോൾ പല വിവരങ്ങളായിട്ട് പുറത്തു വരുന്നു. അപ്പോൾ ഈ പരാതി പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ അത് എത്രത്തോളം കഴമ്പുള്ള ഒരു പരാതിയാണ്, അല്ലെങ്കിൽ അതിലുള്ള ആരോപണങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഭാവിയിൽ ഒരുപക്ഷെ എത്രത്തോളം കുരുക്കാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വലിയ ലൂപ്പ് ഹോൾ അതിൽ നിന്ന് ഊരിപ്പോരാൻ രാഹുലിന് സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൗതുകപൂർവ്വം നോക്കുകയാണ്. അപ്പോൾ അതിൽ എത്രത്തോളം നമുക്കത് കൃത്യമായി പറയാൻ കഴിയുമെന്നറിയില്ല. എന്നാൽ പോലും ഈ പരാതി നമുക്ക് പ്രാഥമികമായി നോക്കുമ്പോൾ അത് അതീവ ഗുരുതരമായ ഒരു പരാതിയാണ് എന്ന് തോന്നുന്നുണ്ടോ? ജിൽസി, തീർച്ചയായും കഴിഞ്ഞ 2 പരാതികളുടെ സമാനം എന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈ പരാതി മൊത്തത്തിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ യുവതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പറയാനാകും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അതിഗൗരവമുള്ള സ്വഭാവത്തിലുള്ള പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാമത്തെ പരാതിയിൽ വന്നിരിക്കുന്നത്. നോക്കുക, ഈ പരാതിയിൽ യുവതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ രാഹുൽ നടത്തിയ ക്രൂരതയുടെ ഒരു തെളിവ് തന്നെ നമ്മളെ മുന്നിലേക്ക് വരികയാണ്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹിതയായ ഈ യുവതിയോട് സമൂഹ മാധ്യമം വഴി പരിചയപ്പെടുന്നു, ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സമൂഹ മാധ്യമം വഴി പരിചയപ്പെടുന്നു. ആ പരിചയപ്പെടൽ പ്രണയാഭ്യർത്ഥന നടത്തുന്നു. പ്രണയാഭ്യർത്ഥന നടത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് കാണണം എന്നാവശ്യപ്പെടുന്നു. നേരിട്ട് കാണണം എന്നാവശ്യപ്പെടുമ്പോൾ ഈ യുവതി പറയുന്നു, ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് വരാം, ഒരു പക്ഷേ ചായ കുടിക്കാം എന്നുള്ള രീതിയിലായിരിക്കാം. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, തെരഞ്ഞെടുപ്പുള്ള സമയമാണ്, അങ്ങനെ പൊതു ഇടത്തിൽ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ യുവതിയോട് തന്നെ മറ്റൊരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് കൃത്യമായ നിർദ്ദേശം ഹോട്ടലും ഡീറ്റെയിലും കൊടുക്കുന്നു. ആ യുവതിയെ കൊണ്ട് അവിടെയാണ് രാഹുൽ എന്ന് പറയുന്ന ഒരു രാഹുലിന്റെ ഒരു ക്രിമിനൽ ബുദ്ധി ഒരു പക്ഷേ നമ്മൾ നേരത്തെ വായിച്ചെടുക്കേണ്ടത്. ആ യുവതിയെ കൊണ്ട് തന്നെ ഹോട്ടൽ മുറി ബുക്ക് ചെയ്യിക്കുന്നു. അതിന് പിന്നാലെ ആ ഹോട്ടൽ മുറിയിലേക്ക് കടന്നു ചെന്ന് ഒരു തരത്തിലുള്ള സംസാരത്തിനും ഇട നൽകാതെ ആ യുവതിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു എന്ന് മാത്രമല്ല, ആ യുവതിയുടെ പരാതി മുഖവിലക്കെടുത്ത്, അല്ലെങ്കിൽ ആ യുവതി നൽകിയ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ മുഖത്ത് തുപ്പുന്നു, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു, മുഖത്തടിക്കുന്നു എന്നുള്ള രീതിയിലേക്ക്, ക്രൂരമായ രീതിയിലേക്ക് ദേഹോപദ്രവം രാഹുൽ നടത്തിയിട്ടുണ്ട് എന്ന് ഈ പരാതിയിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, എനിക്ക് എന്താ പറയാ, ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭധാരണത്തിനുള്ള സാധ്യതയുള്ള സമയമാണ് എന്ന് ഈ യുവതി പറയുമ്പോൾ, എന്നാൽ ഒരു കുഞ്ഞിനെ വേണം, കുഞ്ഞുണ്ടെങ്കിലേ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കൂ എന്ന് നിർബന്ധപൂർവം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് നേരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അത് ഗർഭധാരണത്തിന് ശേഷം രാഹുൽ ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, അതായത് ഈ കുഞ്ഞ് വേണ്ട, ഈ കുഞ്ഞിനെ ഈ ഭ്രൂണഹത്യ നടത്തണം എന്ന് രാഹുൽ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അധിക്ഷേപിച്ചത് എങ്ങനെയാണ്, ഇത് എൻ്റെ കുട്ടിയല്ല, മറ്റേതെങ്കിലും ബന്ധത്തിൽ നിന്നുണ്ടായതാകാം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. അതിൽ വലിയ മാനസിക പ്രയാസം നേരിട്ട ആ യുവതി നേരെ DNA ടെസ്റ്റിന് പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് രാഹുലിനോട് പറയുന്നു. അതിനുശേഷം DNA ടെസ്റ്റിന് പോയ ശേഷം DNA ടെസ്റ്റിന് അവിടെ നിന്ന് ഈ ലാബിൽ നിന്ന് രാഹുലിനോട് പറയുന്നു DNA ടെസ്റ്റിന് ഹാജരാകണം എന്ന് പറയുന്നു. രാഹുൽ അപ്പോഴേക്കും ഒരു പക്ഷെ മനസ്സിലാക്കുന്നത് രാഹുൽ പിടിവിട്ടു പോയി, അല്ലെങ്കിൽ പിടിവീണു പോയി എന്ന് കണ്ട രാഹുൽ നേരെ ആ യുവതിയുടെ ഫോൺ ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഈ യുവതി രാഹുലുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. രാഹുൽ അതിന് നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ നേരെ ഫെനിയെ ബന്ധപ്പെടുന്നുണ്ട്. അതായത് ഫെനിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഫെനിയെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു തരത്തിലുള്ള അതായത് അബോർഷനായി, മിസ്കാരേജായി എന്നുള്ള കാര്യം ഇമെയിൽ വഴിയും അറിയിച്ചു. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ ബ്ലോക്ക് ചെയ്തു. ഇമെയിൽ വഴിയും രാഹുലിനെ അറിയിച്ചു, ഫെനിയെ അറിയിച്ചു. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്, അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് കേട്ടോ അതില്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടു എന്ന്, അതായത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ രാഹുൽ പെരുമാറി എന്ന്
പറയുന്നുണ്ട്. മാത്രമല്ല മാനസികമായി തകർന്നിരുന്ന സാഹചര്യത്തിൽ വീണ്ടും രാഹുൽ തന്നോട് അടുപ്പം കാണിച്ചു എന്നുള്ളതാണ്. പാലക്കാട് ഒരു ഫ്ലാറ്റ് വാങ്ങി തരണമെന്നും അവിടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള കാര്യവും രാഹുൽ പറഞ്ഞു എന്നാണ്, ഈ യുവതിയോട് പറഞ്ഞു എന്നുള്ളതാണ് ഈ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ പോയിന്റ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ഗ്രൂപ്പിനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സമീപിക്കുകയും ചെയ്തു. അപ്പോൾ രാഹുൽ ഈ കാര്യത്തിൽ വളരെ പ്ലാൻഡ് ആണ്. ആ റൂം എടുത്തത് മുതൽ ഈ യുവതിയിൽ നിന്ന് പണം കൈപ്പറ്റുന്നത് വരെയുള്ള കാര്യങ്ങൾ രാഹുൽ പ്ലാൻഡ് ആണ് എന്ന് ഈ പരാതി വായിക്കുമ്പോൾ നമുക്കങ്ങനെ പറയാം. കാരണം നോക്കുക, എന്തിനാണ് രാഹുൽ പണം വാങ്ങിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? 10,000 രൂപ ചെരുപ്പ് വാങ്ങിക്കാൻ, ഭീമമായ തുക വാച്ച് വാങ്ങിക്കാൻ, വിദേശത്തേക്ക് പോകാൻ, ഇങ്ങനെ പണം രാഹുൽ പല ഘട്ടങ്ങളിലായി ഈ യുവതിയിൽ നിന്ന് കൈപ്പറ്റി എന്നാണ് ഈ പരാതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പരാതിയുമായി ഞാൻ മുന്നോട്ട് പോകും എന്ന് രാഹുലിനോട് പറഞ്ഞപ്പോൾ തന്റെ കുടുംബത്തെ ഇല്ലാതാക്കും. ഒന്നിടപെടുന്നു മഹേഷ്. കെ ശൈലജ ടീച്ചർ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശൈലജ ടീച്ചർ, ഇതാ രാഹുൽ മാങ്കൂട്ടത്തിലെ മൂന്നാമത്തെ പരാതിയിൽ ഇപ്പോൾ കസ്റ്റഡി എടുത്ത് രക്ഷപ്പെടാൻ ഒരു പഴുതും അനുവദിക്കാതെ ഇന്നലെ അർദ്ധരാത്രി പാലക്കാട്ട് നിന്ന് പോലീസ് പൊക്കിയിരിക്കുന്നു. AR ക്യാമ്പിൽ കൊണ്ടുപോയിരിക്കുന്നു. ഇനിയിപ്പോൾ നിയമ നടപടികൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയണം. അപ്പോൾ ധാർമ്മികമായി അദ്ദേഹം MLA സ്ഥാനം ഒഴിയേണ്ട ഒരു ഘട്ടമാണ്. കോൺഗ്രസ് പറയുന്നത് ഇനി ഒരു ഉത്തരവാദിത്വം ഇല്ല പാർട്ടിക്ക് എന്നാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഘട്ടത്തെ കാണുന്നത് താങ്കൾ? ഇല്ല, അതെല്ലാം കോൺഗ്രസിന് തന്നെ വിട്ടുകൊടുക്കുന്നതാണ് നല്ലത് തീരുമാനം. കാരണം അവര് തെരഞ്ഞെടുത്ത കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ജയിച്ചിട്ടുള്ള ജനപ്രതിനിധിയാണ്. അപ്പോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നവർ പറയുന്നുണ്ട്. പക്ഷെ പിന്നെയും നിരവധി പരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ തന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിയോജക മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയിലുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. അത് ആ പാർട്ടി തീരുമാനിക്കട്ടെ. ഏതായാലും ഒരാളല്ല, 2 or 3 പേരിപ്പം പരാതിയുമായി മുന്നോട്ട് വരിക തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയും എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. ഈ ചെറുപ്പക്കാരെല്ലാം ഇതുപോലെ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റവുമായിട്ട് വന്നാൽ എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി എന്നുള്ളത് ഓർമ്മിക്കണം. വളരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ക്രൂരമായ പീഡനമാണ് ഈ പെൺകുട്ടികൾ സഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് ഇടപെടുന്നത്. ഞങ്ങൾക്ക് യാതൊരു തിടുക്കവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എന്നാൽ കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റിന്റെ സമീപനം. മറ്റുള്ള കാര്യമെല്ലാം കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. കാരണം ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട യൂത്ത് വിങ്ങിന്റെ ഒക്കെ ഒരു നേതാവായിരുന്നല്ലോ രാഹുൽ. നേരത്തെ തന്നെ ഈ അവരുടെ സംഘടനക്കകത്ത് തന്നെ വ്യാജ ID കാർഡൊക്കെ ഉണ്ടാക്കി അവരുടെ സംഘടന പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം ഈ ചെറുപ്പക്കാരന്റെ പേരിൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും യാതൊരു നടപടിയും സ്വീകരിക്കുന്നത് കണ്ടില്ല. ഈ പെൺകുട്ടികളുടെ പരാതി കിട്ടിയ സമയത്തും അത് പരമാവധി സപ്രസ് ചെയ്യാനാണ് ശ്രമിച്ചതെന്ന് തോന്നുന്നുണ്ട്. അത് പരാതിയൊന്നും അന്വേഷിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഏതായാലും ഇപ്പോ സത്യം മറന്നീക്ക് പുറത്തു വരികയാണ്. അതെന്തായാലും അങ്ങനെയാണ്. കുറ്റം ചെയ്താൽ ഒരു കാലത്ത് അത് വെളിയിൽ വരാതിരിക്കില്ലല്ലോ. അപ്പൊ ഇനി ബാക്കി നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ. നിയമപരമായിട്ട് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ അതുപോലെ തീരുമാനിക്കേണ്ടത് കോടതിയൊക്കെയാണ് കേസ് കൈകാര്യം ചെയ്യേണ്ടത്. അത്രേ പറയാനുള്ളൂ. ടീച്ചർ, അത് പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് CPM ആവശ്യപ്പെടുമോ? അതായത് MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുമോ? അപ്പൊ അതിന്റെ സ്പീക്കർക്ക് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയതടക്കമുള്ള വിവരങ്ങൾ സ്പീക്കർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും നടപടികൾ ഇനി പ്രതീക്ഷിക്കാൻ കഴിയുമോ രാഹുലിനെതിരെ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിയമപരമായിട്ട് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണുള്ളത്. അത് സ്വാഭാവികമായിട്ടൊരു നീതി ഉണ്ടല്ലോ. ഇത്തരം കുറ്റകൃത്യത്തിൽ അകപ്പെട്ടാൽ അതിന്റെ നിയമവശമെല്ലാം നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിയമവശപരമായി നോക്കിയിട്ട് ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. ഇപ്പോഴത്തെ ഘട്ടത്തിൽ അങ്ങ് മനസ്സിലാക്കുന്ന അനുസരിച്ച് സ്പീക്കർക്ക് ആ നടപടി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് സ്പീക്കർ തീരുമാനിക്കട്ടെ. അല്ല, അങ്ങയുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ചോദിച്ചത്. ഈ മൂന്നാമത്തെ കേസാണ്, പാർട്ടി പുറത്താക്കിയ ഒരാൾ കൂടിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇനി ഇതിന്റെ നിയമവശങ്ങളൊക്കെ പൂർണ്ണമായി വെച്ച ശേഷം മാത്രമേ സ്പീക്കർ അങ്ങനെ നടപടിയിലേക്ക് കടക്കൂ എന്നാണോ? സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായിട്ട് തന്നെയാണ് നോക്കുന്നത്. കേസ് കോടതിയിൽ എത്തിയിരിക്കുന്നു, കോടതി കൈകാര്യം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും തുടരാൻ കഴിയാത്തൊരവസ്ഥ വരുമല്ലോ. അതായത് സ്പീക്കർ എന്താണ് ഇപ്പൊ തീരുമാനിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിന് നിയമപരമായിട്ടുള്ള വശങ്ങൾ നോക്കിക്കൊണ്ട് തീരുമാനമെടുക്കും. ധാർമ്മികമായിട്ട് രാജിവെക്കേണ്ടതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീമതി
കെ ശൈലജ ഈ അവസരത്തിൽ പ്രതികരിച്ചത് എന്തായാലും ധാർമ്മികമായി രാജിവെക്കേണ്ടതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രീതിയിലൊരു ആവശ്യം CPM ഉന്നയിക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിന്റെ പൂർണ്ണമായ നിയമവശങ്ങൾ പരിശോധിച്ചു എന്ന് വെച്ചാൽ ജാമ്യാപേക്ഷയെങ്കിലും കോടതിയിൽ എത്തുമല്ലോ. ആ സമയം ജഡ്ജ് ആ കാര്യത്തിലെങ്കിലും ഒരു നിലപാടെടുക്കുമല്ലോ. അതും കൂടി നോക്കിയിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും സ്പീക്കറും ഇക്കാര്യത്തിൽ നിലപാടെടുക്കുക. യെസ്, അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വളരെ തിടുക്കപ്പെട്ട് എവിടെ നിന്നും ഒരു നിലപാടുകൾ അല്ലെങ്കിൽ ഒരു നടപടി ഇതിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോൾ വളരെ കുറച്ച് കാലയളവ് കൂടിയുള്ളൂ MLA പദവിയിൽ ഇരിക്കാൻ എന്നുള്ളത് കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നത് കൊണ്ട് തന്നെ വളരെ തിടുക്കപ്പെട്ട് ഇപ്പോൾ MLA സ്ഥാനം ഒഴിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഇനി കടക്കുമോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ധാർമ്മികമായ ഏതെങ്കിലും തരത്തിലൊരു ചിന്തയുണ്ടായി രാജിവെക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമ്മൾ നോക്കി കാണുന്നത്. മഹേഷ് പോലൂർ തുടരുന്നുണ്ട്.